ലൈഫ് സക്സസ് ആയി എന്ന് പറയാനില്ല. വലിയ മുതലാളിയായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു വിജയിച്ചു എന്ന് പറയാനില്ല. ആരാണ് വിജയിക്കുന്നവർ? വിജയിക്കുന്നവരാരാ? ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ഇതേതുകൊണ്ടും നമ്മൾ വിജയിക്കുന്നില്ല. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തെ തൊട്ട് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ കടക്കുകയും ചെയ്താൽ അവനാണ് വലിയ വിജയം കൈവരിച്ചവൻ. അവനാണ് വലിയ വിജയം കൈവരിച്ചവൻ. വിജയിക്കണോ? രണ്ട് കാലും സ്വർഗത്തിലെടുത്ത് വെക്കണം, അപ്പോഴാണ് വിജയം. രണ്ട് കാലും സ്വർഗത്തിലെടുത്ത് വെക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതം വിജയിക്കുന്നത് സ്വർഗം കിട്ടൽ കൊണ്ടാണ്. സ്വർഗം കിട്ടണം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം കിട്ടണം, അതിനെന്ത് വേണം? സ്വർഗത്തിൽ പോകണം, അതിനെന്ത് വേണം? അള്ളാന്റെ മഹാന്മാര് പറയുന്നുണ്ട്, നീ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവരാകണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ സൂക്ഷിക്കുന്നവരാകണം. ഓർമ്മ വേണം. ഞങ്ങൾ ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ റബ്ബറൊട്ട പോകുന്നു. ഒരു ദിവസമല്ലെങ്കിൽ കുല്ലു നഫ്സിൻ ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹു തആല അൽ ബഖറ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ടവരാണ്. അല്ലാഹു ആരെയും ആക്രമിക്കുന്നില്ല. സ്വർഗം നമ്മൾ ചെയ്തതിന്റെ മാത്രം റിസൾട്ടല്ല, അതിനേക്കാളപ്പുറം റബ്ബിന്റെ ഗിഫ്റ്റാണ്, റബ്ബിന്റെ സമ്മാനമാണ് സ്വർഗം. അല്ലാതെ അമല് കൊണ്ട് സ്വർഗം വാങ്ങാൻ നമുക്ക് സാധ്യമല്ല. നിസ്കരിച്ചു കൊണ്ടിട്ട് സ്വർഗ റബ്ബറൊട്ടുക കേൾക്കുകയെ ഞങ്ങൾക്ക് അധികാരമില്ല. അള്ളാഹു അവന്റെ സമ്മാനമായിട്ട് ഗിഫ്റ്റായിട്ട് നമുക്ക് സ്വർഗ തരുമ്പോ അൽഹംദുലില്ലാഹ് റബ്ബുടെ റഹ്മത്ത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് സ്വർഗ കിട്ടുമ്പോ അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ സ്വർഗം കിട്ടാൻ പോകുന്നില്ല. ഒരൊറ്റ അമല് കൊണ്ടും അത് സ്വഹീഹായോ, നിസ്കാരം ശരിയായോ, നോമ്പ് പിടിച്ചത് സമായിറ, അല്ലെങ്കിൽ ഹജ്ജ് പോയത് ആചാറേണ്ട് വിളിക്കാത്ത അർസ വന്നപ്പോ പോയില്ലേ ഞങ്ങളെ ഹജ്ജ്. നാണ് 48 ഉംറാക്കിരേണ്ടി ചൊന്നോണ്ട് 48 ഉംറവും പൊയ്ത്ത് മാത്രമല്ല അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷ അനുഭവിക്കണായ ഒരവസ്ഥ വരുമ്പോ നാണ് സുബ്ബൈക്ക് മുന്നലിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ചെന്നൈക്ക് ഓന്റെ തഹജ്ജുദും ഓന്റെ ഈമാനും എല്ലാം അവന്റെ വിട്ട് ദൂരെ പോണ്ട ഒരവസ്ഥ വരുമ്പോ മുത്തുമുമ്മിനീങ്ങളെ റബ്ബറെ കൃപ കൊണ്ടിട്ടല്ലാണ്ട് രക്ഷപ്പെടുക സാധ്യല്ലാത്തൊരു ദിവസം. ഒരു നാല് അണ്ട് ആറ് സക്സസ് ആയാറ്, ആറ് ജയിച്ചു വന്നാറ്, അങ്ങ് ആറ് സ്വർഗ കിട്ടിയത് അങ്ങ് അല്ലാഹു തആല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അതായി തിക്ർ ശരിയായ വിജയ. അല്ലാഹുരെ മഹ്ശറിൽ വിജയിക്കണമെങ്കിൽ അല്ലാഹു തആലാക്ക് തഖ്വ ഉള്ളങ്ങാവണം. അല്ലാഹുരെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹുരെ ഇഷ്ടവക്കിറങ്ങാവണം. അല്ലാഹു ശുക്റാക്കിറങ്ങാവണം. അനിഷ്കുല്ലി, നിങ്ങളെനിക്ക് ശുക്ർ ചെയ്യുന്നവരാകണം. അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം. അല്ലാഹുവിന് നന്ദി ചെയ്യാൻ മറന്നു പോകണ്ട. ഇതെല്ലാം ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, നമുക്കെല്ലാം തന്ന അല്ലാഹു,
കൈകാലുകൾ, കണ്ണ്, കരള്, കാത്, കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ എല്ലാം തന്ന അല്ലാഹ്, നമുക്ക് ജീവൻ തന്ന അല്ലാഹ്, നമുക്ക് ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ തന്ന അല്ലാഹ്, ഹുവൽ മുഅ്തി ഹുവൽ മാനി, എല്ലാം തരുന്നവനവനാണ്, തടയുന്നവനും അവനാണ്. ആ റബ്ബ് തആല അവനോട് ശുക്റുള്ളവർക്കാണ് സ്വർഗം, നന്ദിയുള്ളവർക്കാണ് സ്വർഗം. അല്ലാഹുവിനോട് നന്ദിയുണ്ടാകണം, അല്ലാഹുവിന്റെ ശുക്റുണ്ടാകണം. നന്ദിയില്ലാത്തങ്ങാവോ തീറാം. അല്ലാഹുരൊട്ടും നന്ദി വേണോ, ഉമ്മബട്ടയും നന്ദി വേണോ. എല്ലാ നമുക്ക് ഉപകാരം ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, ഞങ്ങൾക്ക് ഹെൽപ്പാക്കിയങ്ങ എല്ലാവരൊട്ടും നന്ദിയുള്ളവരാകണം. നന്ദിയുള്ള ആളാരോ അവർക്ക് നാളെ സുഖലോക സ്വർഗത്തിൽ വലിയ റഹ്മത്താണ്. അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഹബീബ് തങ്ങളും പറഞ്ഞില്ലേ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ. അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം, അല്ലാഹുക്ക് ശുക്ർ ചെയ്യുന്നവരാകണം, അല്ലാഹുവിന് തഖ്വ ചെയ്യുന്നവരാകണം. മറന്നു പോകരുത്, നമുക്കിതെല്ലാം തന്നത് അല്ലാഹുവാണ്. ഈ തന്ന അല്ലാഹുവിനെ മറന്നു പോകാൻ പാടില്ല. ഇല്ല ഇല്ല, ഞങ്ങളെ കഷ്ട, ഞങ്ങളെ പ്രോബ്ലംസ് എല്ലാം ചെന്നിട്ട് ഞങ്ങൾ എപ്പോഴും ബേജാറിന്റെ വിഷയം മാത്ര, സങ്കടം മാത്ര, അല്ലെങ്കിൽ വേറൊന്നു മാത്ര. അങ്ങനെ അൽഹംദുലില്ലാഹ്, അല്ലാഹ്ക്ക് നമ്മൾ എത്രയാണോ ശുക്ർ ചെയ്യുന്നത്. ആരാണ് അംബിയാ മുർസലീങ്ങൾ കഴിഞ്ഞാൽ ആദ്യം സ്വർഗത്തിൽ പോകുന്നവരാരാ? രഹസ്യമായും പരസ്യമായും ശുക്ർ ചെയ്യുന്നവരാരാണ്? അൽഹംദുലില്ല ചൊല്ലുന്നവരാരാണ്? അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുന്നവരാരാണ്? അവർ ആദ്യമായി സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദിയുള്ളവരാകണം, ഞങ്ങൾക്ക് ശുക്ർ വേണം. ഞങ്ങൾ എല്ലാരട്ടും നന്ദി കാട്ടിറങ്ങാവണം. നന്ദി കേട് കാട്ടുക തീറ, അത് അല്ലാഹുവിനോടും തീറ, ഉമ്മവാപ്പാടും തീറ, കുടുംബങ്ങളോടും ആരോടും നന്ദി കേട് കാണിക്കാൻ പാടുള്ളതല്ല. എല്ലാരോടും നന്ദി കാണിക്കണം. സഹായിച്ചവർ, ഹെൽപ്പ് ചെയ്തവർ, അവരെ ഓർമ്മ വേണം. എല്ലാവരെയും ജീവിതത്തിൽ ഓർമ്മ വേണം. ആരെയും അക്രമം ചെയ്യരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, റബ്ബുകതിഷ്ടല്ല. അല്ലാഹുരൊട്ടുക നന്ദി കാട്ടുക പോലെ, ഹുക്കൂക്കുള്ള അല്ലാഹുവിന്റെ ഹക്കുള്ള പോലെ, ഹുക്കൂക്കുൽ ഇബാദ് അല്ലാഹുവിന്റെ അടിമരങ്ങളൊട്ടുകല്ലവും നല്ല ഹക്കുള്ളവരായിട്ട് അങ്ങലൊട്ടുക നന്ദി കാട്ടിറങ്ങാവണം. അങ്ങനൊട്ടുള്ള ബാധ്യതകളെല്ലാം വീട്ടിറങ്ങാവണം. അങ്ങനെ ആയെങ്കിൽ അങ്ങനെയുള്ള ആൽമാർക്ക് തഖ്വാക്കിറങ്ങ, അല്ലാഹുക്ക് തഖ്വ ചെയ്യിറങ്ങ, റബ്ബുടെ പേടിച്ചിട്ട് ബുൽപുടിറങ്ങ. അങ്ങക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശാലമായ സ്വർഗം നൽകുമ്പോ ലാ യൽജുന്നാറ അഹദും ബഖാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവരാരും അവരാരും നരകത്തിൽ കടക്കുകയില്ല. അവർ സ്വർഗക്കാരാണ്. അല്ലാഹുവിനെ പേടിച്ച് കരയണം, അല്ലാഹുവിൽ ഭയപ്പെട്ട് കരയണം, ധാരാളം കണ്ണുനീരൊലിപ്പിക്കണം. ഉമ്മ മരിച്ചപ്പോ നങ്ങ ഉൾപൊട്ടുറ, അപ്പ മരിച്ചപ്പോ നങ്ങ ഉൾപൊട്ടുറ ബേജാറാക്കിറ, മക്ക മരിച്ചപ്പ, ഫാമിലി രംഗ മരിച്ചപ്പ, അതല്ല സീരിയൽ നോക്കിയിട്ട്, ആക്സിഡന്റ് കണ്ടിട്ട്, വയനാട് ദുരന്തത്തെ വീഡിയോസ് കണ്ടിട്ട് അല്ലേ അല്ലാഹുവിനെ പേടിച്ചിട്ട് ഞങ്ങളെ കണ്ണിൽ തണ്ണി വന്നിട്ടിക്കുക. യാ അല്ലാഹ്, നീ ഞങ്ങളെ പടച്ചിറ റബ്ബേ, നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്ന റബ്ബേ. ഞങ്ങൾ അതെല്ലാം മറന്നിട്ട് നന്ദിയില്ലാത്തങ്ങായി റബ്ബേ അല്ലാഹുവിനെ ചൊന്നിട്ടു
കണ്ണില് നങ്ങ ഗൊന്തില്ലാണ്ട് കണ്ണുനീര് വന്നിട്ടിന്നെങ്ക്, ചൂട് കണ്ണുനീര് വന്നിട്ടിന്നെങ്ക് നരകത്തെ തീയ ഉണുകു തട്ടല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥാന്നാ ആന്നല്ലേ? ഇങ്ങനാക്കി ആന്നില്ലാന്നു ആന്നു ജണ്ടുവാന്ന് ആന്നല്ലേ? ചേഞ്ചാക്കണ മതിയല്ലേ? മതി, അൽഹംദുലില്ലാ. അർത്ഥവറക്കല്ലേ? അർത്ഥ അവിടെ അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും കൃപയുള്ളവൻ അള്ളാഹുവാണ്, ഏറ്റവും കാരുണ്യമുള്ളവൻ അള്ളാഹുവാണ്. നമുക്കെല്ലാം തന്നവനവനാണ്. ഈ സന്തോഷം റബ്ബിന്റെ പക്കലിൽ നിന്നാണ്, ഈ ജീവിതം റബ്ബിന്റെ പക്കലിൽ നിന്നാണ്. നമ്മളെ കാണിയും എത്ര ചെറിയവർ ഖബർസ്ഥാനയിലുണ്ട്, നമ്മളെ കാട്ടിയും എത്ര ആരോഗ്യമുണ്ടായവർ ഖബറിലുണ്ട്, നമ്മെക്കാട്ടിയും അധികാരമുണ്ടായ എത്ര ആള് ഖബറിലുണ്ട്. അതുകൊണ്ട് നമുക്കല്ലാഹു തന്ന ആയുസ് അമൂല്യമാണ്, അവൻ തന്ന ജീവൻ അമൂല്യമാണ്. അതിന് ആയുസ് കളവ് പറയാൻ പാടില്ലെന്നാണ്. ആയുസ് ചില ആധാര കാർഡല്ല ചേഞ്ച് ആക്കരങ്ങുള്ളാറ്. ആധാറിൽ പൊട്ട ചന്തയില്ല, ബസ് യാറായിത്ത് ബസ് കേട്ടെങ്കിൽ ചില ആള് ബസ് കേൾക്കുന്നതൊന്നല്ല. ചില ആള് അങ്ങനെ ഉണ്ട്, കണ്ടങ്ങളട്ടെ എത്തരാവും ഏജ് ഒരു അന്തജ് എത്തരാവും. ഓ എന്താ അസറായില്ല അന്തജ് നോക്കിയിട്ടല്ല റൂഹ് പിടിക്കാം. അങ്ങനെ ഒന്നുമില്ല. അന്തജ് ഉള്ളവന്റെ റൂഹും പിടിക്കുന്നു, അല്ലാത്തവന്റെ റൂഹും പിടിക്കുന്നു. പിന്നെ ചില ആൾ ചില പെണ്ണിങ്ങുണ്ട് അങ്ങനെ ബസ് യാറാവിടെ ഇല്ല. ഒരു 4 വർഷം മുന്നേ ചൊന്നതിൽ അതിനെ മേജുണ്ട് യാറ കുറോടി ഒരു 10 ഫോണെട്ടായിട്ട് 8 വർഷമായിട്ട് 26 ഇപ്പോഴും ഫോണെട്ടിലേ ഉണ്ട്. ചില ആണിങ്ങോ അങ്ങനെ. പെണ്ണുങ്ങളെ മാത്രം ഇതിൻ്റെ ഇടയ്ക്ക് ക്ലാസ്സിന് പോയപ്പോൾ പെണ്ണുമക്ക ചില ഉസ്താദ് ഔത്തല്ല ചൊന്നുള്ളാറ് നിങ്ങൾ പെണ്ണുങ്ങളെ യാറെ പറയിടുള്ളാന്ന്. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളല്ല, പെണ്ണുങ്ങളെയും പറയുക ആണിങ്ങളെല്ലാം പറയുകൊണ്ട് അതിലെ ക്ലിപ്പ് മാത്രം പെണ്ണുങ്ങളത് മാത്രം ക്ലിപ്പാക്കിയിട്ട് ആണിങ്ങ പുറത്ത് വിട്ടു. നിങ്ങൾ ക്ലിപ്പാക്കി നോക്കറു യൂട്യൂബിലെടുത്തെങ്കിലും ഇട്ടിരുന്നിട്ട് സമാധാനമാക്കി വിട്ടു. ബയസ് ആണിങ്ങക്കാങ്ങും പെണ്ണിങ്ങക്കാങ്ങും ബയസ്സായിട്ടുണ്ട് ചൊന്നെങ്കിൽ ഒരു ബേജാർ. നിങ്ങൾ പെഞ്ഞായിട്ട് പോയി ചൊന്നു നോക്കാറില്ല. ഇന്ന് നാളെ ചൊല്ലണ്ട, നാളെ നിങ്ങൾ അടിപൊളും കണ്ടിട്ടമാണ് അല്ലേ. ഒരു വാരം 14 ബുട്ട് ചൊല്ലും. ഇന്നത്തെ ചില ചന്തായ പോലെ കാണ്ട് അണ്ട് മന്തി പായസ ചട്നി എല്ലാം ബറാബർ ഒരു 2-3 തിങ്ങൾക്ക് പിന്നെ എന്ത് വേണ്ട ഗലാട്ടെന്തില്ല. ചന്തായിര് തെല്ല് ബയസ് കൊറോടിയായ പോലെ. ആണിങ്ങൾക്കും അങ്ങനെ. ആണിങ്ങ അതിനും വേണ്ടിയാണ് താടിക്ക് മീസക്കല്ല പൈൻറ്റ് അടിച്ചിട്ട് കറുപ്പാട്ടിട്ടു അല്ലേ. ബേലാസ നോക്കുമ്പോ എല്ലാ സ്വലാത്തക്ക് ബയസറങ്ങയ്ക്കറ്. വെള്ളിയാഴ്ച ജുമാത്തക്ക് മിമ്പർ വത്തി നോക്കുമ്പോ എല്ലാ വേലക്കാർ വെൽത്തെ മുടി അഡ്രസ്സേ ഇല്ല, എല്ലാം പൈൻറ്റ് അടിച്ചിട്ട്. എന്തിനാക്കിട ഉസ്തദേ പെഞ്ഞ ഈ ബുഡില്ല എന്ന് പെഞ്ഞ എന്നിന്റെ ബുഡില്ല പഠിച്ചോനല്ല ഇനി ഉള്ളുകാന്ന് ബുട്ടിനെ വെൽത്തറ്റ് അല്ലേ. മൊയിലാഞ്ചിടാം സുന്നത്താൻ വിരോധമല്ല, കറുപ്പടിക്കാൻ പാടുള്ളതല്ല കറുത്ത പൈന്റ്. അല്ല ഉസ്താദെ കറുത്ത മൊയിലാഞ്ചി അല്ലാഹു അലം അങ്ങനത്തെ ഒന്നുണ്ടാ ഉസ്താദിരട്ടെ കേൾക്കണം. അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി കറുപ്പടിക്കുന്ന ആളുകൾ സ്വർഗത്തിന്റെ മണം പോലും അടിച്ചു വീശാൻ അവർക്ക് മണക്കുക സാധ്യമില്ല. നിങ്ങളെ ഭർത്താവ് മരിച്ചെങ്കിൽ ജനാബത്ത് കുളി സമാവാത്ത രൂപത്തില്, മയ്യത്ത് കുളി സമാവാത്ത രൂപത്തില് മുത്തുമുമ്മിനിങ്ങളെ നിങ്ങളെ നിസ്കാര സമാവണ്ട്, നിങ്ങളെ കുളി സമാവണ്ട്. നിങ്ങളെ കറുത്ത അച്ചെങ്കിൽ ഉളു സമാവാത്തതുണ്ട്, ആവരുതുമുണ്ട്. ഏതുമിക്കട്ട് ഏതായെങ്കും അതടിക്കരുത്, നല്ലതല്ല, അള്ളാഹ്ക്ക് ഇഷ്ടല്ല, അള്ളാന്റെ റസൂലിന് അത് ഇഷ്ടല്ല. അതുകൊണ്ട് താടിക്കും മുടിക്കും കറുത്ത പൈൻ്റടിക്കുന്നവർ, കളറടിക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകട്ടെ. സ്വർഗത്തിന്റെ മണം പോലും മണക്കാൻ അങ്ങക്ക് സാധ്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എല്ലാരും ബയസ് കേട്ടോണ്ട് പോതീറ, ഞങ്ങൾ എല്ലാരും സാലറി കേട്ടോണ്ട് പോതീറ. ഗൾഫിടെ ബന്നെങ്കിൽ എത്ര ഉണ്ടബ്ബ നിക്ക് സാലറി എത്ര ഉണ്ട്? ഇതുകൊണ്ട് ഫസ്റ്റ് കൊന്തവണ ഗൾഫിലുണ്ട് സാലറി. ആയങ്കൂർ ജണ്ണാക്കുണ്ട ഓ മുണ്ടുന്നില്ല, തൊന്തരയില്ല എന്ന് ചെന്ന് ആയങ്കൂർ ജണ്ണാക്കുണ്ട. ഇത് എന്തിനാണ്? ആവശ്യമില്ലാത്തത് ചോദിച്ചറിയാൻ പാടില്ല. ഒരു മഹാൻ നടന്നു പോകുമ്പോ ഒരാളട്ടെ കേക്കറ്, ഈ ഔത്തുകെത്തരാവൂ, ഈ ഔത്തുര രേട്ടെത്തര,
ഇത് കേട്ടിട്ട് ഔത്തുകെത്തിയപ്പോ അയാൾ ഒരു ബേജാറ്, അല്ല അല്ല ഓണ്ട് ഔത്തുകെത്തരായിട്ടുള്ള റേറ്റ് അത്ര ബല നാ കേൾക്കുക ആവശ്യന്ത്ര ഉണ്ടു. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു നല്ല മുസ്ലിമറെ സ്വഭാവം അതാണോ? അല്ലല്ലേ, അവനാക്കുണായ സ്വറല്ലല്ലേ. നാ എന്തൊക്കെ കേട്ടുപോയ അല്ലാ. ഒരു വർഷകാലം നല്ല ചപ്പ തണ്ണി കുടിക്കാണ്ട് അല്ലാഹുരൊട്ടുക തൗബയാക്കിറ്. എന്തുക ഹറാമായ ഫിത്നത്തുകല്ല, ചാടി ഫസാദുകല്ല, ഒരു ഹറാമുറ പൽക്ക വന്നേക്കല്ല. ഈ ഔത്തുകെത്തര ബലമുണ്ടു. നക്കത് വേണ, നക്കതെന്തുക നക്ക് ആവശ്യമില്ലാത്തത് നാ കേട്ടുപോയല്ലേ അല്ലാ. ഒരാളട്ടെ ഈ ഔത്തുകെത്തര റേറ്റുണ്ടു കേൾക്കരുത്, തപ്പല്ല. ആ എങ്ക സമയത്ത ഒരു വർഷ മഹാൻ തൗബാക്കിർ. എന്ത് നക്കത് വേണ, നാണത് കേൾക്കണായ വിഷയമാ. നക്കത് കൊന്തായിട്ടെന്തൊരു പ്രയോജനം ഉണ്ടു. ഞങ്ങൾക്ക് പിന്നൊർത്തര വയസ്സ്, പിന്നൊർത്തര സാലറി, പിന്നൊർത്തര ബാണ്യ. എങ്ങനെ ഉണ്ടബ്ബ ബാണ്യ? തൊന്തരില്ല, അൽഹംദുലില്ലാ. ചൊന്നെങ്ങോണുക ബേജാറ്. ഓണ് കേക്കര നല്ലുണ്ടുണ്ട് ചൊല്ലകല്ല, ഭാരി ടൈറ്റുണ്ട്, തൊന്തര ഉണ്ടു. ഇത് കേൾക്കുമ്പോൾ കുററായത്ത് വലിയ ആളായിട്ട് തുടങ്ങിയ ഞാൻ അപ്പമേ പേർച്ചത് മുന്നൊളുഭാവല. ആൾമാർക്കതാണ് സന്തോഷം. മറ്റുള്ളവന്റെ സങ്കടത്തിൽ സന്തോഷപ്പെടുന്നവരാളും സ്വർഗത്തിലുണ്ടാവുകയില്ല. മറ്റൊരാളെ ബേജാറായിട്ട് കാണണം, മറ്റൊരാളെ ഹാപ്പി. ആ സന്തോഷം നമുക്കും ഹാപ്പിയാണ്, സന്തോഷമാണ് അല്ലേ. വഅഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക, നിനക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം നീ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അല്ലേ. നിക്കാസുണ്ടോ, നല്ലൊരു ഫാമിലി, നല്ലൊരു അക, നല്ലൊരു ഗാഡി, നല്ലൊരു ബിസിനസ്. ഇതേപോലെ നീ എല്ലാവർക്കും ആശ വെച്ചില്ലാണ്ട് കണ്ടെങ്കിൽ നിക്ക് സ്വർഗമില്ല. എല്ലാവർക്കും കിട്ടണോ, എല്ലാവർക്കും സന്തോഷം വേണോ, എല്ലാവർക്കും സമാധാനം വേണോ, എല്ലാവർക്കും റാഹത്ത് വേണോ. എല്ലാവരുടെയും റാഹത്തും സന്തോഷവും കൊതിക്കുന്ന ആള് അല്ലാഹു അവനെ ഏറ്റെടുക്കുകയാണ്. റബ്ബ് തആല അവനെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹു അവന് സന്തോഷം കൊടുക്കുന്നു. അവന്റെ ബുദ്ധിമുട്ടുകളെ അല്ലാഹു ദൂരത്താക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. നമുക്കും തരുന്നവൻ അല്ലാഹുവാൻ, അവർക്കും കൊടുക്കുന്നവൻ അല്ലാഹുവാൻ, എല്ലാവർക്കും കൊടുക്കുന്നവൻ അല്ലാഹുവാൻ. അതുകൊണ്ട് അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണം, അല്ലാഹുവിനോട് ശുക്റുള്ളവരാകണം. അങ്ങനെ ശുക്റുള്ളവരായാൽ മഹാന്മാര് ചോദിച്ചില്ലേ, വഖൽബൻ ശാക്കിറാ, നന്ദിയുള്ള കൽബ് അല്ലേ. പക്ഷേ ഒന്ന് പറയുന്നു, നിങ്ങൾ എത്ര ഹെൽപ്പ് ചെയ്താലും ജനങ്ങളിൽ നിന്ന് നന്ദി കൊതിക്കണ്ട. ഞങ്ങ ആറ് ഉപകാരാക്കിറമ അങ്ങമേ ഞങ്ങൾക്ക് ബത്തി വെക്കറല്ലാണ്ട് ഒരു ഉപകാരം അങ്ങ് ആക്കൂണ്ടാറും വിചാരിക്കണ്ട. ഞങ്ങ ആറുകത്ര ഹെൽപ്പാക്കിറമ, ഞങ്ങ ആറുകത്ര ഉപകാരാക്കിറമ. നാളെ ഞങ്ങളെ ഫാമിലിക്ക് അഡ്ഡവണ്ടതും അങ്ങമേ, ഉപദ്രാക്കരതും അങ്ങമേ, ഞങ്ങളെ ചാടി ഫസാദാക്കറതും അങ്ങമേ. അത് വിചാരിക്കണ്ട. ഉപകാരാക്കി അങ്ങ് നാളെ ഖാലിക്കായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തിരിച്ചു തരുന്നു. ജീവിതത്തിലും തരുന്നു, മരണത്തിലും തരുന്നു, ആഖിറത്തിൽ സ്വർഗം നൽകുന്നു. ഇത് അല്ലാഹുവിന്റെ ഗിഫ്റ്റാണ്. അതിനു വേണ്ടി നീ ചെയ്തോ. ആളുകൾ ഇണ്ട് കൊടുത്തെങ്ക നാളെ കിട്ടുമല്ലേ അല്ലേ. പെണ്ണിങ്ങ കൊണ്ടു, ചില ആണിങ്ങ കൊണ്ടു അവക്കൊളുക ഗിഫ്റ്റ്. എന്ത് റിട്ടൺ അതിരെ കാട്ടി വല്യത് വന്നില്ലെങ്കിൽ അർസവണ്ട്. പെണ്ണിങ്ങ കൊണ്ടൊരു ഗിഫ്റ്റ് മക്കൾക്ക്, ചെറിയ ചെറിയ മക്കൾക്ക് ഊതിങ് ഫാറ പോലത്തെ മോതിര ഇടുണ്ടാകത്തില്ല. അതല്ലെങ്കിൽ ഒരു ഡ്രസ്സ് അത് കൊടുത്തിട്ട് റിട്ടണ് കിട്ടില്ലെങ്കിൽ അങ്ങക്ക് കണ്ട ഭാഷയില്ല, നന്നില്ല. ഞങ്ങ പോയിറ, ഞങ്ങ കൊടുത്തുറ, കിട്ടാവരെ നോക്കോ പോയിറ, ബയറ് നോക്കോ പോയിറ. അങ്ങ് വന്നിട്ടേ ഇല്ലല്ലേ, അങ്ങ് നോക്കിയിട്ടേ ഇല്ലല്ലേ, അങ്ങ് തന്നിട്ടേ ഇല്ലല്ലേ. അതിനും വേണ്ടി കൊടുക്കണ്ട, അതിനും വേണ്ടി ചെയ്യണ്ട. നിനക്ക് തരുന്നൊരു റബ്ബുണ്ട്. ഹുവൽ മുഅ്തി
ഹുവൽ മാനി, അവനാണ് തരുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നില്ലേ, അല്ലാഹു കൊടുക്കുന്നതിനെ തടയുന്നവനില്ല, അവൻ തന്നതിനെ കൊടുക്കുന്നവനുമില്ല. അല്ലാഹു തന്നാലേ മതിയാകൂ, ആര് തന്നാലും മതിയാവില്ല. നമുക്ക് മതിയാകണമെങ്കിൽ അല്ലാഹു അവന്റെ ഖസാനയിൽ നിന്ന് തരണം. അതുകൊണ്ട് നമ്മളോ പാപങ്ങൾക്ക് ധാരാളം കൊടുക്കണം. നമുക്ക് സ്വർഗം വേണ്ടേ? ധാരാളം സദഖ ചെയ്തോ, ധാരാളം നന്ദി ചെയ്തോ, ധാരാളം തഖ്വ ചെയ്തോ, പകരം അല്ലാഹു സ്വർഗം നൽകുമെന്നാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വഅഖാമുസ് സ്വലാത്ത് വആതുസ് സകാത്ത് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബഖറ സൂറത്തിൽ അല്ലാഹു തആല പറയുകയാണ്, സത്യവിശ്വാസിയായ ആളുകൾ, അല്ലാഹുവിനോടുള്ള വിശ്വാസം, ഈമാൻ നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. അല്ലാഹുവിനെ കുറ്റം പറഞ്ഞാൽ ഈ റബ്ബന്റെ ഇങ്ങനെ ചിന്തിച്ചു പോകണ്ട. ഈ മല ഇപ്പ വരുമ്പോ ഇപ്പം ആ മല പണ്ടേ പറഞ്ഞു പോകണ്ട. ഈമാന് ബാധിക്കാനിടയുണ്ട്, ഈമാന് ബാധിക്കാനിടയുണ്ട്. പഠിച്ചോണെന്തേ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ചോദിച്ചു പോകണ്ട. അല്ലാഹു തആല അവനോടുള്ള വിശ്വാസം, ഈമാൻ, അത് നല്ല കെട്ടുറപ്പോടെ സൂക്ഷിക്കണം. അതിൽ വല്ല പിഴവുകൾ വന്നു പോകണ്ട. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യണം, നല്ലതൊരുപാട് ചെയ്യണം. നല്ലത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകല് മാത്രമല്ല, നല്ലത് എന്ന് പറഞ്ഞാൽ ഉംറക്ക് പോകല് മാത്രമല്ല. അപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടന്നിട്ട് അവർ തെറ്റിലേക്ക് അകപ്പെടുമ്പോ പണക്കാരന്റെ ഉംറ റബ്ബിന് വേണ്ട, പണക്കാരന്റെ മറ്റുള്ളതേതും അവന്റെ മറ്റുള്ള സോഷ്യൽ വർക്ക് റബ്ബിന് വേണ്ട. അവരെ കണ്ടറിഞ്ഞ് സഹായിക്കണം. നല്ലതേതാണെന്നും ആരാധ സമയത്താണ് ശൈഖ് അബൂബക്കർ തങ്ങൾ സ്വർഗത്തിലെത്തിയപ്പോ അല്ലാഹു ചോദിക്കുകയാ, എന്തുകൊണ്ടിട്ട് നാ നിങ്ങൾക്ക് സ്വർഗതെന്ന് ചൊല്ലുവാറാ? മഹാൻ ഒരുപാട് കാരണം പറഞ്ഞു. ആലിമാൻ, വായിലാൻ, കിതാബ് എഴുതിയ മഹാനാ. അല്ലാഹു സ്വർഗം കൊടുത്തതോ മഴയിൽ നനഞ്ഞു പറക്കുന്നൊരു പൂച്ച. ആ പൂച്ചയെ തട്ടം കൊണ്ട് പൊതിഞ്ഞെടുത്ത് തോർത്തി വൃത്തിയാക്കി ഔത്തുകെടുത്ത പോയിട്ട് ആ പൂച്ചരെ ഗൂഢാക്കിയിട്ട് ബൽത്തിയേക്ക് അല്ലാഹു തആല വലിയ ഇമാമായ ശൈഖ് അബൂബക്കർ തങ്ങളവരുകൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പൂച്ചവൽത്യങ്ങളുടെ സ്വർഗത്തേക്ക് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ ഓരോ സമയത്തും ചെയ്യേണ്ടത് ചെയ്യണം, അപ്പപ്പ ആക്കരുത്, അതാത് ടൈം നോക്കിയിട്ടാക്കണം. അല്ലാഹുവേ നല്ലത് ചെയ്യാൻ തൗഫീക്ക് നൽകണം അല്ലാഹ്. നങ്ങ ചൊല്ലുകൊണ്ട് എന്തിന് എത്ര നല്ലാക്കിയിട്ടും പ്രയോജനമില്ല റായത്തങ്ങ. അതാണ് ശരി. നല്ലതാക്കുന്നതിന് ആരും സപ്പോർട്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ അൽ അമീനായിരുന്നു. അല്ലാഹുവിലേക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോ, നല്ലൊരു പ്രവർത്തനം തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന് ആളുകൾ ശത്രുക്കളായി. അല്ലാഹുവിന്റെ റസൂലിനെ ഫിത്ന പറയാൻ തുടങ്ങി, മുത്ത് റസൂലുള്ളാഹിനെ കുറ്റം പറയാൻ തുടങ്ങി. അവസാനം മക്ക നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? നല്ലത് ചെയ്താൽ കിട്ടുന്നത് ദുനിയാവിലല്ല. ഞങ്ങൾ ഇത്ര ആക്കിയിട്ടെന്തേ ഇങ്ങനെ, ഇത്ര ഓതിയിട്ടെന്തേ ഇങ്ങനെ, ഇത്ര സദക്ക കൊടുത്തിട്ടെന്തേ ഇങ്ങനെ. ഒരു സദക്ക കൊടുത്തൊരു മനുഷ്യ മരിച്ചപ്പ ഒരാള് പുറത്ത് വന്നിട്ട് പറഞ്ഞത്ര എന്തിന് സദക്ക കൊടുക്കുകയെ തീരെ കൊടുത്തെങ്ങല്ല വേഗ വേഗ മരിച്ചോണ്ടുള്ളാറ്. ഒരാള് പറയുന്ന എങ്ങനെ സദക്ക കൊടുക്കുകയെ തീരെ കൊടുത്തെങ്ങല്ല മരിച്ചോണ്ടുള്ളാറ്. ആ മരിച്ച മനുഷ്യൻ രക്ഷപ്പെടുകയാ, റബ്ബ് തആല സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. അല്ലാഹു അവനെ സ്വർഗത്തിൽ സ്വർഗ സുഖാഡംബരം കൊടുക്കാൻ കൊണ്ടുപോയതാണ്. അങ്ങനെയൊന്നും ഇസ്ലാമിന്റെ പടിയിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിൽ ഒരു വാക്കും നമ്മളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. അങ്ങനെ വന്നാ പിന്നെ നീ എത്ര ഇബാദത്തെടുത്തിട്ടും പ്രയോജനമില്ല.
പിന്നെ നീ എന്താക്കിയിട്ടും പ്രയോജനമില്ല. നിന്റെ ഒരു ഇബാദത്തും റബ്ബിന് വേണ്ട, നീ മുർത്തദ്ദായി പോകും. അല്ലാഹനെ പറ്റി ഒന്നും നീ വേണ്ടാത്തത് ചിന്തിക്കുകയോ പറയുകയോ വേണ്ട. സൽക്കർമ്മം ചെയ്തോ. കൃത്യമായി നിസ്കാരം നിർവഹിക്കണം. നിസ്കാരത്തിൽ നല്ല കണിശത വേണം. നല്ല ഇഖ്ലാസോടെയുള്ള നിസ്കാരം നിർവഹിക്കണം. ഭയഭക്തിയോടെയുള്ള നിസ്കാരം. റബ്ബിന്റെ മുന്നിലേക്ക് അല്ലാഹുമായുള്ള മുനാജാത്താണ് ആ നിസ്കാരം. ഇമാമിങ്ങൾ ദുആ ചെയ്തു പോയി, അല്ലാ അല്ലാ മരിച്ചൽ പിന്നെ ഖബറിൽ നിസ്കരിക്കുക അവകാശം ഇന്നേണ്ട കണ്ടെങ്കിൽ യാ അല്ലാ നിസ്കരിച്ചിട്ട് ആസ പൂർത്തിയായിട്ടുള്ള റബ്ബേ ഖബറിലെങ്ങാനും നിസ്കരിക്കുക ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഖബറിൽ എത്ര കാല കടക്കിരെങ്കിൽ അത്രയും സമാണ് നക്ക് നിസ്കരിക്കുക അവകാശത്ത അല്ലാ. എങ്ങനെ ദുനിയാവിൽ നിസ്കരിച്ചിട്ട് ആസ തീർന്നിട്ടില്ല. എന്തൊരു നല്ല തഖ്വയാണ്, റബ്ബിനോട് എന്ത് ഇഷ്ടമാണ്. അങ്ങനെയതാ കാലങ്ങൾക്ക് ശേഷം ആ ഖബർ കുഴി ആ